ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ രാധിക പ്രിയയെക്കുറിച്ച് ഓർത്ത് ഓരോരോ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയ എൻ്റെ ജീവനാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഭദ്രനെയും ഭദ്രൻ്റെ കുടുംബത്തെയും ഞാൻ വെറുതെ വിടില്ല, നശിപ്പിക്കും ഞാൻ അയാളുടെ കുടുംബത്തെ എന്നൊക്കെ പറയുവാണ്. അങ്ങനെ രാധികയുടെ കണ്ണിൽ പ്രിയ ആ വീഴുന്ന രംഗങ്ങളൊക്കെ ഓർമ്മ വരിക. വിനോദ് തള്ളിവിട്ടത് രാധിക വ്യക്തമായിട്ട് കാണുകയും ചെയ്താണ്. എൻ്റെ മോള് വീണതല്ല, ആ തെണ്ടി തള്ളിവിട്ടതാ. ഒരിക്കലും ഞാൻ അവനെ വെറുതെ വിടില്ല. എന്നെയല്ല അവൻ തള്ളിവിട്ടത്, എൻ്റെ ജീവനെയായിരുന്നു അവൻ തള്ളിവിട്ടത് എന്നൊക്കെ പറഞ്ഞ് രാധിക ഭയങ്കര വിഷമിച്ചിങ്ങനെ നിൽക്കുക. അമ്മ ഇങ്ങനെ വിഷമിക്കാതെ വാ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ്. ഗോവിന്ദനും ആകെ സങ്കടപ്പെട്ടിരിക്കുക. അതിനുശേഷം ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് പ്രിയയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. പ്രിയ ജനിച്ചപ്പോൾ പ്രിയയെ മാധവൻ നായർ ഗോവിന്ദൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്, ആ രംഗങ്ങളൊക്കെ ഓർത്ത് ഗോവിന്ദന് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ ഭയങ്കര സന്തോഷത്തോടെ അതിന് ഉമ്മയൊക്കെ കൊടുക്കുന്നതും എന്നിട്ട് അതിനെ ചേർത്ത് പിടിക്കുന്നതും ആ കുഞ്ഞ് നാളിലെ ജനിച്ച് വീണപ്പോഴേ ഗോവിന്ദൻ്റെ കൈ മുറുക്കെ പിടിച്ചതും ഒക്കെ ഓർക്കുകയാണ്. ഈശ്വര, എൻ്റെ മോളെ ഞാൻ കൈവിട്ട് കളഞ്ഞല്ലോ, ഞാൻ മുറുക്കെ പിടിച്ചോളൂ എന്നുള്ള വിശ്വാസത്തിലല്ലേ അവളെൻ്റെ കയ്യിൽ പിടിച്ചത് എന്നൊക്കെ ആലോചിക്കുകയാണ്. അതിനുശേഷം അന്ന് വിനോദിൻ്റെ വീട്ടിൽ പോയപ്പോൾ അലക്കി തളർന്ന് പ്രിയ ഗോവിന്ദൻ്റെ മുന്നിൽ ബോധം കെട്ട് വീണതും ഓർക്കുകയാണ്. അപ്പോൾ പ്രിയയെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയതും പിന്നെ അവർ കണ്ണുപൊത്തി കളിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രിയയെ കാണാതാവുന്നതും പ്രിയ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് വീണോന്നോർത്ത് ഗോവിന്ദ് പേടിച്ചതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയം ഗോവിന്ദ് പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അയ്യോ, എൻ്റെ പ്രിയ വെള്ളത്തിൽ വീണു, ഞാൻ പോയി അവളെ രക്ഷിക്കട്ടെ, അയ്യോ എൻ്റെ പ്രിയ അവളെ രക്ഷിക്കണം. കണ്ണേട്ട ഇതിനെ എങ്ങോട്ടാ പോകുന്നേ? ഗീതു, എൻ്റെ പ്രിയ വെള്ളത്തിൽ വീണു ഗീതു, ഞാൻ പോയി രക്ഷിച്ചിട്ട് വരാം. എൻ്റെ പ്രിയ അവളെൻ്റെ കൈവിട്ട് പോയി ഗീതു നോക്ക്, അവൾ വെള്ളത്തിൽ വീണു ഗീതു, അവൾ എന്നെ വിശ്വസിച്ചാണ് കളിക്കാമെന്ന് പറഞ്ഞത്, അവളെ ഞാൻ വെള്ളത്തിൽ വിടാൻ സമ്മതിക്കില്ല, അവൾക്ക് ഒരാപത്ത് സംഭവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഭയങ്കര നിലവിളിയാണ്. ഗോവിന്ദൻ്റെ നിലവിളിയുണ്ട്. ഗീതു, കണ്ണേട്ട കുഴപ്പമൊന്നുമില്ല, അതൊക്കെ കണ്ണേട്ടൻ്റെ വെറും തോന്നല. പ്രിയയ്ക്ക് ഒരാപത്തുമില്ല, പ്രിയ ആശുപത്രിൻ്റെ ഉള്ളിലല്ലേ, ഡോക്ടർമാരെ പ്രിയയെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, ഇതൊക്കെ കണ്ണേട്ടൻ്റെ വെറും തോന്നൽ മാത്രമാണ്, പ്രിയയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, കണ്ണേട്ടൻ ഇവിടെ വന്നിരിക്കേ. ഇല്ല, എനിക്ക് പോകണം, എൻ്റെ പ്രിയയെ കാണണം. എന്താ കണ്ണേട്ട ഇത്? പ്രിയ ICUലല്ലേ കണ്ണേട്ട, പിന്നെ എങ്ങനെയാണ് പ്രിയയെ കാണുന്നേ? കണ്ണേട്ടൻ ഇവിടെ ഇരിക്കേ, എല്ലാം തോന്നലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ തോന്നലായിരുന്നോ? അതേ കണ്ണേട്ടൻ്റെ തോന്നൽ മാത്രമായിരുന്നു അത്, അല്ലാതെ കണ്ണേട്ടൻ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടല്ലേ. ഇവിടെ ഇരിക്കെ ഡോക്ടർമാർ പ്രിയയെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, പ്രിയയ്ക്ക് ഒരാപത്ത് സംഭവിക്കില്ല. എനിക്ക് സഹിക്കുന്നില്ല ഗീതു, എൻ്റെ പ്രിയയെ എനിക്ക് കാണണം, എൻ്റെ പ്രിയയെ എനിക്ക് കണ്ടേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഭയങ്കര കരച്ചില. ഇത് കണ്ടതിൻ്റെ രേഖ, ഞങ്ങളെ കൂടെ സങ്കടപ്പെടുത്തല്ലേ ഗോവിന്ദേട്ട, അവിടെ ഇരിക്കുക ഗോവിന്ദേട്ട, പ്രിയയ്ക്ക് ഒരാപത്ത് സംഭവിക്കില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങളെല്ലാവരും വിഷമിച്ച് നിൽക്കുക. അതിനിടയിൽ ഗോവിന്ദേട്ടനും കൂടെ എങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് എങ്ങനെ സഹിക്കും? ഗോവിന്ദേട്ട അവിടെ പോയിരിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ നിർബന്ധിക്കുക. അത് കേട്ടതും ഗോവിന്ദ് അവിടെ പോയിരുന്നു. ഈ സമയം ഡോക്ടർ വെളിയിലേക്ക് വരികയാണ്. ഡോക്ടർ വന്നതും ഗീതു ഓടിച്ചെന്ന് ഡോക്ടറോട് ചോദിക്കുക, എന്തായി ഡോക്ടറെ? കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആണ്, പ്രിയയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഞങ്ങൾക്ക് തന്നെ ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നെ എല്ലാ ഡോക്ടർമാരുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, ഓൺലൈനിലും ഡോക്ടർമാർ വന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യണമെന്ന് ഞങ്ങളൊന്ന് തീരുമാനിക്കട്ടെ. എന്തായാലും നമ്മൾ അത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ഉറപ്പ് തരില്ല, ഞങ്ങൾ ഉറപ്പ് തന്നിട്ടും കാര്യമില്ലല്ലോ, പ്രിയയുടെ കാര്യം കണ്ടീഷൻ വളരെ സീരിയസ് ആണ് എന്നൊക്കെ പറയുകയാണ്. ഡോക്ടറെ, കണ്ണേട്ടനാകെ തളർന്നിരിക്കുക, റൂമിൽ കൊണ്ടുപോയി ഒരു സഡേഷൻ കൊടുത്തില്ലെങ്കിൽ കണ്ണേട്ടൻ്റെ നില ഗുരുതരമാവും, സമനില തെറ്റും, അതുകൊണ്ട് ഡോക്ടർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ഗീതു പറയുക. അത് കേട്ടതും ഗോവിന്ദ് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഡോക്ടറെ എൻ്റെ പ്രിയയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടറെ, എൻ്റെ പ്രിയയ്ക്ക് സുഖമുണ്ടോ? അവൾക്ക് ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ഡോക്ടറെ? കുഴപ്പമൊന്നുമില്ല, പ്രിയയെ പരിശോധിച്ചുകൊണ്ടിരിക്കുമല്ലേ, പ്രിയയ്ക്ക് ഒരു കുഴപ്പമില്ല. ഗോവിന്ദ് നന്നായിട്ട് മുറിയിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കണം, ഒത്തിരി നേരം ഉറങ്ങാൻ ഞാനൊരു ഇഞ്ചക്ഷൻ തരാം. എന്നെ സഡേഷൻ തന്ന് മയക്കി കിടത്തണം അല്ലേ? എന്താ ഡോക്ടറെ ഇത്? എന്നെ സഡേഷൻ തന്ന് മയക്കി കിടത്തിയാൽ എല്ലാം ശരിയാവോ? എൻ്റെ പ്രിയമോൾക്ക് എങ്ങനെയുണ്ടെന്ന് പറ, എന്നാൽ മാത്രമേ ഞാൻ സമാധാനത്തോടെ ഇരിക്കൂ
ഇല്ലെങ്കിൽ എൻ്റെ സമനില തെറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഗോവിന്ദ്, നിങ്ങൾ ലോകം അറിയാത്ത ആളൊന്നും അല്ലല്ലോ. ലോകത്തെക്കുറിച്ച് ഒരുപാട് അറിവുള്ള ആളല്ലേ. എന്നിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരണോ പ്രിയയുടെ കാര്യം? അത് എല്ലാ ഡോക്ടർമാരും തമ്മിൽ നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളിങ്ങനെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? സമനില തെറ്റിയ അവസ്ഥയാണെന്ന് പറഞ്ഞാൽ പറയേണ്ടി വരുന്നത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാതെ ഇങ്ങനെ അത് ഓരോരോ ടെൻഷൻ അടിച്ച് നിങ്ങളും അസുഖക്കാരനായി മാറല്ലേ. അമ്മയും കുഞ്ഞിനെയും എങ്ങനെയെങ്കിലും രക്ഷിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. അതിനിടയിൽ നിങ്ങളിങ്ങനെ ഇതാക്കരുത് കേട്ടല്ലോ എന്നൊക്കെ പറയണത് കേട്ടതും ഗീതു, ഡോക്ടറെ, പ്രിയയെ രക്ഷിക്കണം, അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഡോക്ടറെ. എത്ര കോടികൾ മുടക്കിയാലും കുഴപ്പമില്ല. പ്രിയയ്ക്ക് ഒരാപത്ത് സംഭവിക്കാൻ പാടില്ല ഡോക്ടറെ. പേടിക്കണ്ട, ഞങ്ങൾ പറഞ്ഞില്ലേ, എല്ലാ ഡോക്ടർമാരും വന്നിട്ടുണ്ട്. ഗൈനക്കോളജിസ്റ്റുകളെല്ലാം പ്രിയയുടെ ചുറ്റുമുണ്ട്. അതുമാത്രമല്ല, ഓൺലൈനായിട്ട് ചർച്ച ചെയ്യുന്നുമുണ്ട്. വെളിനാട്ടിൽ നിന്നും ഡോക്ടറെയും വിളിച്ചിട്ടുണ്ട്. എല്ലാവരും വരും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കേ. പ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് വാ. അപ്പോൾ ഗോവിന്ദ്, ഡോക്ടറെ, എനിക്ക് ചെറിയൊരു ഉറപ്പെങ്കിലും എന്താ എൻ്റെ അനിയത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന്. അതല്ലാതെ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ ഡോക്ടറെ. എൻ്റെ ഗോവിന്ദ് അകത്തേക്ക് വാ. സിസ്റ്റർ, നിങ്ങളും വാ എന്നും പറഞ്ഞ് ഗീതുവിനെയും ഗോവിന്ദനെയും അകത്തേക്ക് വിളിക്കുകയാണ്. ഈ സമയം അകത്ത് പ്രിയയുടെ കിടപ്പ് കണ്ടപ്പോൾ ഗോവിന്ദന് സഹിക്കാൻ പറ്റിയില്ല. അതെ, മൂക്കിൽ ട്യൂബൊക്കെ ഇട്ട് പ്രിയ ഒരു അബോധാവസ്ഥയിൽ കിടക്കുക. അത് കണ്ടതും രാധികയ്ക്കും സഹിക്കാൻ പറ്റിയില്ല. രാധികയും പിന്നാലെ പോയി. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് പ്രിയയുടെ കണ്ടീഷൻ. ഈ കണ്ടീഷനിൽ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കാമെന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും പ്രിയയ്ക്ക് ഇത് തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കുന്നത്. പ്രിയയെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. എന്നിട്ട് മാത്രമേ കുഞ്ഞിനെ പുറത്തെടുക്കാൻ പറ്റൂ. അത്രയ്ക്ക് റിസ്ക്കാണ് കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഓരോ ടെൻഷൻ കാണിച്ച് ഞങ്ങളെ കൂടെ ടെൻഷനാക്കരുത് ഡോക്ടറെ. എനിക്കറിയില്ല എൻ്റെ അനിയത്തിക്കുട്ടിക്ക് എന്ത് പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോഴേക്കും ഒരു ഡോക്ടർ വരികയാണ്. ഇംഗ്ലീഷുകാരിയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറെ കണ്ടതും നമ്മുടെ ഡോക്ടർ ആകെ സന്തോഷത്തോടെ, വാവ്, നിങ്ങൾ ലക്കിയാണ്. ഡോക്ടർ ഇസബെല്ല ഡോക്ടർ വന്ന പ്രിയയുടെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് തന്നെ പറയാം. കാരണം ഈ ഡോക്ടർ ഇതിലൊക്കെ നല്ലൊരു പെർഫെക്റ്റാണ്. മുന്നിൽ നിൽക്കുന്ന ആളാണ്. വിജയിച്ചിട്ടേ ഉള്ളൂ ഇതുപോലുള്ള കേസുകൾ ഡോക്ടർ നോക്കിയിട്ട്. അതുകൊണ്ട് പ്രിയയുടെയും കുഞ്ഞിൻ്റെയും ജീവന് ഒരാപത്ത് സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയുവാണ്. ഇത് കേട്ടതിൻ്റെ അധിക ആ അസുര വിത്ത് നശിച്ചു പോയാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളുടെ ജീവൻ തിരിച്ചു തന്നാൽ മതി എന്നും. അത് കേട്ടതും, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? രണ്ടും ജീവനല്ലേ, പിന്നെ ഞാൻ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. പ്രിയയുടെ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആണ്. പ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലും ഇനി കുഞ്ഞും പ്രിയയും രക്ഷപ്പെട്ടാലും പ്രിയയുടെ ഈ സ്റ്റെപ്പിൽ നിന്ന് ഉരുണ്ട് വീണതുകൊണ്ട് തലച്ചോറിലേക്കുള്ള ഇതായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലും എന്താ ഡോക്ടർ വിൽക്കുന്നേ? എന്താണെങ്കിലും പറ. ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലും പ്രിയ കിടപ്പായി പോകുന്ന മെഡിക്കൽ പറയുന്നത്. അത് കേട്ടതും എല്ലാവരും ഞെട്ടിപ്പോയി. ഞെട്ടലോടുകൂടെ എല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഡോക്ടർ ഇസബെല്ലയെ വിളിക്കുക. ഡോക്ടറെ, അപ്പോൾ ഇസബെല്ല എന്താ എന്നും ഇംഗ്ലീഷിൽ ചോദിക്കുകയാണ്. ഡോക്ടറെ, ഇത് എൻ്റെ പെങ്ങളാണ്, എൻ്റെ മോളായിട്ടാണ് ഞാൻ ഇവളെ വളർത്തിയത്. എനിക്ക് എൻ്റെ മോളെ വേണം. എൻ്റെ മോളുടെ ജീവൻ രക്ഷിച്ചു തരണം. ഡോക്ടറിൻ്റെ കാല് ഞാൻ പിടിക്കാം എന്നും പറഞ്ഞ് ഇസബെല്ലയുടെ കാൽക്കല്ലിലേക്ക് വീഴുക. അത് കണ്ടതും, എന്താ ഇത്? എഴുന്നേക്ക്, പേടിക്കണ്ട, ഞാൻ നോക്കട്ടെ, കുട്ടിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നും പറഞ്ഞ് ഇസബെല്ല ഡോക്ടർ ഗോവിന്ദന് വാക്ക് കൊടുക്കുക. അത് കേട്ടതും ഗോവിന്ദ് ഇസബെല്ലയോട് നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്നും നേരെ പ്രിയയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പ്രിയയെ നോക്കി. എന്നിട്ട്, മോളെ പ്രിയെ, ഏട്ടൻ പുറത്തുണ്ടാവും. ഏട്ടൻ ഇവിടെ നിന്ന് മോളെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ പറ്റാത്തതുകൊണ്ട് ഏട്ടൻ പുറത്തേക്ക് പോകുന്നേ. മോള് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം കേട്ടോ. ഏട്ടൻ ഒരുപാട് നേരം കാത്തിരിക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദ് പുറത്തേക്ക് പോയി കഴിഞ്ഞതും പിന്നാലെ ഗീതുവും പോയി. ഗീതു പോയതും രാധികയും വരുണും പോയി. എല്ലാവരും പുറത്തേക്ക് പോവുക. ഈ സമയം ഡോക്ടർമാർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും പ്രിയയുടെ ജീവൻ തിരിച്ചു പിടിക്കണം. പ്രിയയ്ക്ക് ഒരാപത്ത് സംഭവിക്കാൻ പാടില്ല. എല്ലാവർക്കും വാക്ക് കൊടുത്തതുപോലെ പ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം കേട്ടതും ഡോക്ടർമാരങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ സംസാരിച്ച് അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുക. ഇസബെല്ല ഡോക്ടർ ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ പ്രിയയെ നോക്കുകയാണ്. ഈ സമയം ഗോവിന്ദ് പുറത്തെത്തിയതും പ്രിയയെക്കുറിച്ച് ആലോചിക്കുകയാണ്. പ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലും പ്രിയ
കിടപ്പിലായി പോകുമെന്നുള്ള കാര്യം ഓർത്ത് ഗോവിന്ദന് സഹിക്കാൻ പറ്റിയില്ല. കരഞ്ഞുകൊണ്ട് ഗോവിന്ദ് അത് തന്നെ ആലോചിച്ചു. എന്നിട്ട് വിനോദ് സ്റ്റെപ്പിൽ നിന്നും തള്ളിവിട്ട കാര്യങ്ങൾ ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അപ്പോൾ രേഖയും അയ്യപ്പൻ നായരും കാര്യങ്ങൾ ചോദിക്കുക. ഈ സമയം ഗീതു എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അത് കേട്ടതും അവർക്കും ഭയങ്കര സങ്കടമായി. അപ്പോഴേക്കും ഗോവിന്ദ് പ്രിയയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരൻ വിനോദാണ്. അവനെ കൊല്ലണം. അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. അവൻ മരിച്ചു കഴിഞ്ഞിട്ട് അവനെ കൊന്ന് ജയിലിൽ പോകണം എനിക്ക് എന്നും അത് കേട്ടതും ഗീതു ഞെട്ടി. ഈശ്വര, ഞാൻ ഈ ഒരു ഇതിൽ എന്ത് പറയും? ഗോവിന്ദേട്ടനോട് എങ്ങനെ ഞാൻ ആശ്വസിപ്പിക്കും? എൻ്റെ സ്വന്തം അനിയനായി പോയല്ലോ. അവനെ രക്ഷിക്കാനും പറ്റില്ല. എൻ്റെ അനിയനാണെങ്കിലും അവൻ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ ഗീതു മനസ്സിൽ ആലോചിക്കുകയാണ്. ഈ സമയം രാധിക വീണ് കിട്ടിയ അവസരം മുതലെടുക്കുക. അതെ, എല്ലാത്തിനും കാരണക്കാരൻ ഭദ്രനും ഭദ്രൻ്റെ കുടുംബമാണ്. ആദ്യം ഭദ്രൻ്റെ മോനെ വെച്ച് അവൻ നമ്മുടെ കുടുംബത്തോടുള്ള പ്രതികാരം തീർത്തു. ഇനി അടുത്തത് ഇവളുടെ ഊഴമാണ്. ഇവളും ഇവിടെ നിൽക്കുന്നത് എന്തിനാ? വിനോദിൻ്റെ ഊഴം കഴിഞ്ഞു. അവൻ വിനോദിനെ വെച്ച് നമ്മുടെ മോളെ തകർത്തു. നമ്മുടെ വീടിൻ്റെ നിലവിളക്കായി നമ്മുടെ മോളുടെ പ്രകാശം തന്നെ തല്ലിക്കെടുത്തി. അങ്ങനെയുള്ളപ്പോൾ ഇനി അടുത്തത് ഇവളാണ് ഇനി നമ്മുടെ കുടുംബത്തെ തകർക്കാൻ പോകുന്നത്. നമ്മൾ സൂക്ഷിച്ചേ മതിയാവൂ കണ്ണ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇവളും ആ വീടിൻ്റെ പുറത്ത് പോകണം. അറയ്ക്കൽ തറവാട്ടിൽ ഇനി ഭദ്രൻ്റെ സന്തതികൾ ആരും ഉണ്ടാവാൻ പാടില്ല. ഭദ്രൻ എന്ന പേര് പോലും അറയ്ക്കൽ തറവാട്ടിൽ ഉയരാൻ പാടില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവളെയും പുറത്താക്കണം എന്നൊക്കെ പറയണം. അത് അപ്പോൾ ഗോവിന്ദ് ഒന്നും മിണ്ടാതെ നിൽക്കുക. എന്താ കണ്ണ നീ ഒന്നും മിണ്ടാത്തത്? വിനോദിൻ്റെ കാര്യത്തിൽ ഇത്രയും കടുത്ത തീരുമാനം എടുത്ത നീ ഇവളുടെ കാര്യത്തിൽ എന്താ തീരുമാനം എടുക്കാത്തത്? ഇനി ഞാൻ ഇവള് പറയുന്നത് പോലെ നിനക്ക് രണ്ടാനമ്മയാണെങ്കിൽ പ്രിയ നിനക്ക് വെറും രണ്ടാനമ്മയുടെ മകൾ മാത്രമാണോ എന്നും ചോദിക്കുകയാണ്. രാധികയുടെ ചോദ്യം കേട്ട് ഗോവിന്ദ് ഒന്ന് ഞെട്ടി, ഒന്ന് പതറി. അപ്പോൾ ഗീതു ഒരിക്കലുമല്ല, പ്രിയ ഗോവിന്ദേട്ടന് രണ്ടാനമ്മയുടെ മകളല്ല, സ്വന്തം മകളെ പോലെയാ ഗോവിന്ദേട്ടൻ പ്രിയയെ സ്നേഹിച്ചത്. അങ്ങനെയുള്ളപ്പോൾ ഗോവിന്ദേട്ടനോട് ഒരിക്കലും അമ്മ അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും നമ്മുടെ വരുൺ, നീ മിണ്ടരുത്, നീ ഒരു അക്ഷരം മിണ്ടരുത്. നീ ഒറ്റൊരുത്തി കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. നീയും നിൻ്റെ അനിയനും കൂടെ ചേർന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ വിളക്കിനെ ഇല്ലാതാക്കിയത്. ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നും ഗീതു. അത് കേട്ടതും നീയൊന്നും ചെയ്യണ്ട, നിൻ്റെ അനിയനല്ലേ എല്ലാം ചെയ്തത്. നിൻ്റെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവൻ ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ട് നീയും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞങ്ങൾക്കത് ഭയങ്കര ഇതായിരിക്കും. എന്താ കണ്ണ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ ഒന്നും മിണ്ടാത്തത്? ഇവൾ ആ വീട്ടിൽ നിൽക്കുന്നത് അപകടമാണ്. അടുത്തത് ഇവൾ ആരെയാണാവോ തകർക്കാൻ പോകുന്നത്? വിനോദിൻ്റെ ഊഴം കഴിഞ്ഞു, ഇനി അടുത്തത് ഇവളുടെ ഊഴമാണ്. ഇവൾ നിന്നെ അല്ലെങ്കിൽ എന്നെ ഇല്ലെങ്കിൽ വരുണിനെ, നമ്മൾ 3 പേരിൽ ആരെങ്കിലും ഒരാളെ നശിപ്പിക്കും. ആദ്യം നിൻ്റെ അച്ഛനെ ഭദ്രൻ ഇല്ലാതാക്കി. അതിനുശേഷം ഇപ്പോൾ അവൻ്റെ മകൻ നിൻ്റെ അനിയത്തിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇനി ഇവള് നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. എനിക്കത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. പ്രിയമോളെ ഈ അവസ്ഥയിലാക്കിയവൻ്റെ പെങ്ങളും അറയ്ക്കൽ തറവാട്ടിൽ വേണ്ട, നിൻ്റെ ജീവിതത്തിലും വേണ്ട. ഇനി ഇവളെ പോലെ ഒരുത്തിയ ഭാര്യയായിട്ട് നിനക്ക് വേണോ കണ്ണ എന്നും രാധിക ചോദിക്കുകയാണ്. രാധിക ചോദിച്ച ചോദ്യത്തിന് മറുപടിയില്ലാതെ ഗോവിന്ദ് ഗീതുവിനെ തിരിഞ്ഞു നോക്കി. ഗീതുവും ആകെ പേടിച്ച് വിറച്ച് നിൽക്കുക. അപ്പോൾ വരുൺ, എന്താടി ഇത്രയൊക്കെ കേട്ടിട്ടും നിനക്കിവിടെ നിന്ന് പോയിക്കൂടെ? ഇറങ്ങിപ്പോടി. ഇല്ല, പ്രിയമോളെ ഈ അവസ്ഥ കിടക്കുമ്പോൾ ഞാനിവിടെ നിന്ന് പോകില്ല. അവൾക്ക് ശരിയായിക്കോട്ടെ, എന്നിട്ട് ഞാൻ പോയിക്കോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിന്നോട് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്. അപ്പോൾ രേഖ, എന്തിനാ വരുണേട്ട ഇപ്പോൾ അതൊക്കെ സംസാരിക്കുന്നേ? ഇപ്പോൾ പ്രിയയുടെ കാര്യം മാത്രം നോക്കാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ പ്രിയയ്ക്ക് സുഖമാവണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതല്ലാതെ ഇങ്ങനെ പരസ്പരം തമ്മിൽ തല്ലാതെ നീ മിണ്ടരുത്, നീ ഒരക്ഷരം മിണ്ടരുത്. ഇതിൻ്റെ പേരും പറഞ്ഞ് നീ ഇവൾക്ക് സപ്പോർട്ട് ചെയ്താ നീയും പിന്നെ അറയ്ക്കൽ തറവാടിൻ്റെ പടിക്ക് പുറത്താ, നിൻ്റെ ജീവിതവും പെരുവഴിയിലാവും. അതുകൊണ്ട് മിണ്ടാതെ മാറി നിന്നോളാം. ഗീതു, നിന്നോട് മര്യാദയ്ക്ക് ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. അത് കേട്ടതും നമ്മുടെ ഗീതു, ഇല്ല ഞാൻ പോകില്ല, പ്രിയയ്ക്ക് സുഖമാകാതെ ഞാൻ പോകില്ല, പ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെന്ന് കേൾക്കാതെ ഞാൻ പോകില്ല. അത് കേട്ടതും, നീ പോയില്ലെങ്കിൽ എനിക്കറിയാടി എന്ത് ചെയ്യണമെന്ന്, നിൻ്റെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളാൻ എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് വരുൺ പ്രിയയുടെ നേരെ കൈയും നീട്ടി ഇങ്ങനെ തിരിയുകയാണ്. അത് കണ്ടതും ഗോവിന്ദന് സഹിക്കാൻ പറ്റില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും നിൻ്റെ കൈ ഞാൻ വിടില്ല, നിന്നെ ഞാൻ മുറുക്കി പിടിക്കും ഗീതു, ഒരു വഴക്കിലും നിന്നെ ഞാൻ കൈവിട്ട് കളയില്ല എന്ന് ഗോവിന്ദ് ഗീതുവിന് വാക്ക് കൊടുത്തത് ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അതെ, ഗീതുവിൻ്റെ സ്നേഹം ആത്മാർത്ഥമാണെന്ന്
ഗോവിന്ദന് നന്നായിട്ടറിയാം ഗീതുവിനെ എങ്ങനെയെങ്കിലും അറയ്ക്കൽ തറവാട്ടിൽ നിന്നും ഇറക്കി വിടാനും ഗോവിന്ദൻ്റെ ജീവിതത്തിൽ നിന്നും ഇറക്കി വിടാനുമുള്ള രാധികയുടെ 18ാം അടവ് പ്രിയയുടെ വീഴ്ചയിലൂടെ രാധികമ്മ വീണ്ടും പുറത്തെടുക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഗോവിന്ദ് നേരെ തിരിഞ്ഞു. അപ്പോഴേക്കും വരുണിൻ്റെ കൈ ഗീതുവിൻ്റെ കഴുത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. ഗീതു പേടിച്ച് കണ്ണു ഇറുക്കി പൂട്ടി നിൽക്കുക. വിനോദ് ചെയ്തത് തെറ്റാണെന്നറിയാം. ആ തെറ്റിന് അവന് ശിക്ഷ അനുഭവിക്കണം. പക്ഷേ എന്ന് കരുതി അതിന് എന്നെ ബലിയാടാക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഗീതു അവിടെ സങ്കടപ്പെട്ട് നിന്നത്. അപ്പോഴേക്കും വരുൺ കഴുത്തിൻ്റെ അടുത്ത് കൈയെത്തിയതും ഗോവിന്ദ് ആ കൈയിൽ കയറി പിടിച്ചതും വരുൺ ഗോവിന്ദനെ നോക്കി. ഗോവിന്ദ് വരുണിനെ തുറിച്ചു നോക്കി. ഗോവിന്ദൻ്റെ കണ്ണ് ചുവന്ന് തുടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തൻ്റെ കഴുത്തിന് പിടിക്കുമെന്ന് ഓർത്തുകൊണ്ട് നിന്ന ഗീതു കണ്ണ് തുറന്നു നോക്കി. ഗോവിന്ദ് വരുണിൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചിരിക്കുന്നത് കണ്ട് ഗീതു ഞെട്ടി. രാധിക ഞെട്ടി. അയ്യപ്പൻ നായർക്ക് അത് കണ്ട് സന്തോഷമായി. അതെ, ഒരു തെറ്റും ചെയ്യാത്ത ഗീതുവിനെ അവിടെ നിന്ന് ഇറക്കി വിടേണ്ട ഒരാവശ്യമില്ല. സത്യത്തിൽ രാധിക ചെയ്ത ഓരോരോ ക്രൂരതകൾക്കുമുള്ള ഫലമാണ് ഇവിടെ പ്രിയ അനുഭവിക്കുന്നത്. രാധിക ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്ക് പ്രിയ അനുഭവിക്കുന്നതാണ് സത്യം. അല്ലാതെ ഇവിടെ ഗീതുവിന് ഒരു പഴിയും കേൾക്കേണ്ട ആവശ്യമില്ല. ഇനി എന്ത് സംഭവിക്കുമെന്ന് നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക. ഗോവിന്ദന് വിട്ടുകളയാൻ പറ്റില്ല തൻ്റെ പ്രാണനായ ഗീതുവിനെ. അങ്ങനെയുള്ളപ്പോൾ ഗീതുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ വരുണിനെ അടിച്ച് പുറത്താക്കും ഗോവിന്ദ്. അപ്പോൾ ഉറപ്പായിട്ടും മിസ് ചെയ്യാതിനെ കാത്തിരിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ.